പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം ആദ്യം പുറത്തുവിട്ടത് ജനം ടി വി. SFI നടത്തിയ പരസ്യ വിചാരണ ജനം ടി വിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കേസിൽ പ്രധാന പ്രതി അഖിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ. ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. അനു, ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം വയനാട് വൈത്തിരി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടാകുന്നത്. 2ാം വർഷ BVSSC വിദ്യാർത്ഥിയാണ് ഹോസ്റ്റൽ മുറിയിൽ, സിദ്ധാർത്ഥൻ എന്ന പേരിലുള്ള വിദ്യാർത്ഥിയാണ് ഹോസ്റ്റൽ മുറിയിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. തൂങ്ങി മരണമാണ്, സ്വാഭാവിക മരണമാണ് എന്ന രീതിയിലായിരുന്നു കോളേജ് അധികൃതരും ഒപ്പം തന്നെ ഉണ്ടായിരുന്ന സഹ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഈ കുടുംബം, നെടുമങ്ങാടുള്ള കുടുംബം വയനാട്ടിലെത്തുകയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. ഇതിലാണ് ചില സംശയങ്ങൾ കുടുംബം പങ്കുവെച്ചത്. 18-ാം തീയതി സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ വിദ്യാർത്ഥി വീട്ടിലേക്ക് അതിന്റെ അമ്മയെ വിളിച്ചിരുന്നു. അമ്മയെ ബന്ധപ്പെടുമ്പോഴും കുടുംബവുമായുള്ള ബന്ധത്തിലൊക്കെ ഒരു അസ്വാഭാവികമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും തന്നെ ഈ സിദ്ധാർത്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും ഒക്കെ തന്നെ പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിച്ചത് ജനം ടി വിയാണ്. കുടുംബത്തിന്റെ വൈകാരികമായ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ അറിയിച്ചതുമാണ്. കാരണം ഒരു രീതിയിലും ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥിയല്ല സിദ്ധാർത്ഥ് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. മറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ സിദ്ധാർത്ഥന് ഉണ്ടായിരുന്നില്ല. വളരെയധികം കോളേജിൽ തന്നെ വളരെയധികം സ്മാർട്ടായ വിദ്യാർത്ഥിയാണ്. ഭാവി ജീവിതത്തെ പറ്റി വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ തന്റെ മകൻ നടത്തില്ല എന്നുള്ളതാണ് സിദ്ധാർത്ഥന്റെ അമ്മയും പിതാവും ഒക്കെ ജനം ടി വിയോട് പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കുറ്റവാളികൾ, പ്രത്യേകിച്ച് SFIയുടെ പരസ്യ വിചാരണ കോളേജിൽ നടന്നിട്ടുണ്ട്. 12-ലധികം വരുന്ന SFI പ്രവർത്തകർ പരസ്യ വിചാരണ നടത്തുകയും പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും അടക്കം ചെയ്തിരുന്നു. കോളേജിന് സമീപത്തുള്ള പാറപ്പുറത്തും മറ്റും കൊണ്ടുപോയി വലിയ മേഖലകളിലൊക്കെ തന്നെ ആൾതാമസമില്ലാത്ത, ആളനക്കമില്ലാത്ത മേഖലകളിൽ കൊണ്ടുപോയി സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് തെളിയിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒപ്പം തന്നെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളും ഇത്തരത്തിൽ തന്നെയാണ്. ചില സുഹൃത്തുക്കൾ രഹസ്യമായി ഈ കുടുംബത്തെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗവർണർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ പരാതിയുമായി നിവേദനവുമായി കുടുംബം എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഈ വാർത്തയെ തുടർന്ന് ഈ കുടുംബം സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിർണായകമായ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയാണ്. മറ്റു പ്രതികൾക്കായി SFIയുടെ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും പോലീസ് തുടരുന്നുണ്ട് ഈ സമയം. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.